എഞ്ചിൻ ഓയിൽ മാറാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴി കൂടിയാണ് പണി വന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതൊരു വണ്ടിയുടെ സംഭവിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. പൊതുവെ പെട്രോൾ വണ്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് ഈ ഓയിൽ കട്ടയായി ചോക്ലേറ്റ് പോലെയായിട്ട് ഇങ്ങനെ തരിയര് പോലെയായിട്ട് വന്ന് കിടക്കും. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എടുത്ത് കാണിച്ചാൽ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഓയിൽ കട്ട പിടിച്ചിട്ട് തരിയരി പോലെയായിട്ട് ഒരു പ്രതിഭാസം ഉണ്ടാവും. ഒട്ടുമിക്ക വണ്ടികൾ നമ്മൾ അയച്ചു നോക്കിയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. നമ്മൾ നല്ല ഓയിലുമായിട്ട് വണ്ടി നല്ലോണം ഓടിക്കണം. ഇല്ലെങ്കിൽ ഇത്ര പീരീഡ് ആകുമ്പോഴേക്കും നമ്മൾ ഓയിൽ മാറ്റിക്കളയുക. അല്ലാണ്ട് ഓയിൽ മാറിയിട്ട് കുറച്ച് ഓടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് 2-3 വർഷമൊക്കെ വണ്ടി ആ ഓയിൽ തിന്നിട്ട് വണ്ടി ഓടിക്കാണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് പണി വരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓയിൽ സമ്പിൽ വന്ന് ഈ തരികൾ വന്ന് കെട്ടിക്കിടക്കും. ഈ കാണുന്നതാണ് നമ്മളുടെ ഓയിൽ സ്റ്റെയിനർ. ഈ ഓയിൽ സ്റ്റെയിനറിൽ കൂടിയാണ് നമ്മുടെ എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഓയിൽ എത്തണത്. നമ്മൾ ഓയിൽ ഇങ്ങനെ കട്ട പിടിച്ച് തരി പോലെ ആകുമ്പോഴേക്കും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയിനർ ഓട്ടോമാറ്റിക്കലി തരികൾ വന്ന് അടഞ്ഞ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓയിൽ എഞ്ചിൻ്റെ ഭാഗങ്ങളിലോട്ട് എത്താനുള്ള പമ്പിങ് ബ്ലോക്ക് ആകാൻ അതുപോലെ കുറയാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. ഓട്ടോമാറ്റിക്കലി എഞ്ചിന് ലൂബ്രിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കണം എന്നുള്ള ഞാൻ കൂടുതൽ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ലാസ്റ്റ് അത് നമ്മുടെ വണ്ടിയുടെ ചിലപ്പോൾ എഞ്ചിൻ പണിയിലോട്ട് എത്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ മുൻകൂട്ടി കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല, ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ റെഡിയാവും. അല്ലാണ്ട് നമ്മൾ അറിയാണ്ട് ഇത് വെച്ച് ഓടിച്ച് ഓയിൽ നമ്മുടെ എല്ലാ എഞ്ചിനിൽ എത്താണ്ടാകുമ്പോഴേക്കും അതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കുകയും നമുക്ക് എഞ്ചിൻ പണിയിലോട്ട് അത് മാറുകയും ചെയ്യും.